ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ബുധനാഴ്ച വരുമ്പോൾ അത് ഭീകര തിരക്കുള്ള ഒരു ബുധനാഴ്ചയാകുന്നു. ലോകയുടെ കാര്യത്തിലാണ് നമ്മളത് പറയുന്നത്. ബുധനാഴ്ച ഭീകര തിരക്കാണ്. ചൊവ്വാഴ്ചത്തെ തിരക്ക് പോലെ തന്നെ, തിങ്കളാഴ്ചത്തെ തിരക്ക് പോലെ തന്നെ, ഞായറാഴ്ച ഉണ്ടായിരുന്ന തിരക്ക് പോലെ തന്നെ അതിന് മുകളിലേക്ക് എത്തുന്ന തിരക്കാണ് ബുധനാഴ്ച കാണാൻ കഴിയുന്നത്. എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു പ്രതിഭാസം. ഇന്ന് 100 കോടി നേടുന്ന ദിനം. 93 കോടിയാണ് സിനിമയ്ക്ക് 6 ദിവസത്തെ കളക്ഷനായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇന്ന് പ്രീസെയിലും അതിഗംഭീരമായിട്ട് തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആണ് എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രീസെയിലൂടെ മാത്രമായിട്ട് സിനിമ, അതായത് 3-ാം തീയതിയിലത്തെ പ്രീസെയിൽ വന്നിരിക്കുന്നത് 3,21,00,000 രൂപയോളമാണ്. അതായത് സിനിമ രാവിലെ ഒരു 10 മണിക്ക് മുന്നാടിയായി തന്നെ 100 കോടി ക്ലബിലേക്ക് കയറും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ആ ഒരു കളക്ഷൻ, അഡ്വാൻസ് കളക്ഷനിലേക്ക് ഒന്ന് കടന്നു വരാം. തിരുവനന്തപുരത്ത് 215 ഷോകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് 41 ലക്ഷം രൂപയാണ്. 21,000 ടിക്കറ്റുകളാണ് വിറ്റുപോയത്. കൊല്ലത്ത് 99 ഷോകളിൽ നിന്ന് 20 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. 12,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ. പത്തനംതിട്ട 25ഓളം ഷോകളിൽ നിന്ന് 4,85,000 രൂപ ആണ് കളക്ഷൻ വന്നിരിക്കുന്നത്. 3,185 ഷോകളിൽ നിന്ന്. ആലപ്പുഴ, കോട്ടയം 111ഉം 115 ഷോകളാണുള്ളത്. ആലപ്പുഴയിൽ നിന്ന് 15,000ഓളം ടിക്കറ്റുകളും കോട്ടയത്ത് നിന്ന് 13,000ഓളം ടിക്കറ്റുകളുമാണ് വിറ്റുപോയതായി, അതായത് പ്രീസെയിലൂടെ പറയുന്നത്. രണ്ട് സ്ഥലങ്ങളിൽ നിന്നും 20 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അതായത് ആലപ്പുഴ 24 ലക്ഷവും കോട്ടയത്ത് നിന്ന് 20,50,000 രൂപയുമാണ് വന്നിരിക്കുന്നത്. ഇടുക്കിയിൽ 38 ഷോകളിൽ നിന്ന് വന്നിരിക്കുന്നത് 6 ലക്ഷത്തോളം രൂപ, 3,700ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ. എറണാകുളം ഏറ്റവും കൂടുതൽ തിരക്കും കളക്ഷനും ഷോയുമുള്ള സെൻറ്റർ. 277 ഷോകളിൽ 37,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 77 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. തൊട്ടു പിന്നാലെ തൃശ്ശൂർ 37 ലക്ഷം രൂപയുമായി 189 ഷോകളിൽ നിന്ന് 36,000 ടിക്കറ്റുകളാണ്, 24,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. പാലക്കാടും മലപ്പുറവും 104ഓളം ഷോകളാണ് കാണുന്നത്. 11,000 മുകളിലുള്ള ടിക്കറ്റുകളാണ് രണ്ടിടത്തും വിറ്റുപോയിരിക്കുന്നത്. പാലക്കാട് 17 ലക്ഷം കിട്ടിയപ്പോൾ മലപ്പുറത്ത് 15 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് 159 ഷോകളിൽ നിന്ന് 16,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 30 ലക്ഷത്തിനടുത്താണ് കളക്ഷനായി വന്നിരിക്കുന്നത്. വയനാട് 28 ഷോകളും കാസർഗോഡ് 30 ഷോകളിൽ നിന്നും 2,000 അടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയുമാണ് ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ 121 ഷോകളിൽ നിന്ന് 15,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 23 ലക്ഷം രൂപയാണ് നേടിയത്. അങ്ങനെ 1,615 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്തിൽ തന്നെ 1,89,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി പ്രീസെയിലിലൂടെ തന്നെ. ഇതിന് മുകളിലാണ് വന്നിരിക്കുന്നത് 3,21,00,000 രൂപയോളം ആണ് വന്നത്. അതും 47% ഒക്യുപ്പൻസിയിൽ. എന്താണേലും ഒരു പുതിയ ചരിത്രം ഇവിടെ കുറിക്കുകയാണ്. ഈ ഒരു സിനിമ ഒരു രക്ഷയുമില്ലാതെ കുതിച്ച് പായുക തന്നെയാണ് ചെയ്യുന്നത്. ബുധനാഴ്ച സാധാരണഗതിയിൽ ഒരു ഇടിവ് പ്രതീക്ഷിക്കുന്നിടത്ത് അവിടെ കളക്ഷൻ കൂടുകയാണ്. തിങ്കളാഴ്ച 5,15 കോടിക്ക് മുകളിലായിരുന്നു കളക്ഷനെങ്കിൽ ചൊവ്വാഴ്ച അതിൻ്റെ മുകളിലേക്ക്, അതായത് 5,40,00,000 രൂപയിലേക്ക് പോകുന്ന തരത്തിലുള്ള കളക്ഷനാണ് കാണാൻ കഴിഞ്ഞത്. ബുധനാഴ്ച അതിൻ്റെയും മുകളിലായിരിക്കുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. തുടർച്ചയായി 4-5 ദിവസമാണ് 5 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടുന്നത്. ഈ സിനിമ വരുന്ന ആഴ്ചയോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി തൂക്കുമെന്നുള്ളത് ഉറപ്പിക്കാം. ഇതിനിടയിൽ ഹിന്ദി റിലീസ് നാളെ വരുന്നുണ്ട്. അതുകൂടിയാകുമ്പോൾ അവിടെയും ആളിക്കത്തിക്കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് തന്നെ. അതായത് ടിക്കറ്റ് കിട്ടാൻ വലിയ പാട് തന്നെയാണ്. കിട്ടും, ഇല്ല എന്നല്ല പറയുന്നത്. ഫ്രണ്ട് റോകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിലേക്കാണ്. പക്ഷേ നമുക്ക് ബുക്ക് മൈ ഷോയിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഇനിയും എറണാകുളത്തെ തിരക്കിലേക്ക് വെറുതെ ഒന്ന് കണ്ണോടിക്കാം. നമുക്ക് രാവിലെ 6 മണിക്ക് തന്നെ ഷോകൾ തുടങ്ങുന്നതായി കാണാനുണ്ട്. അവിടെ രാവിലെ 6 മണിക്ക് ഫോറം മാളിലെ ഷോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 22ഓളം ഷോകൾ, എല്ലാം തന്നെ ഓറഞ്ച് മയമാണ്. ഷേണായിസിൽ ഏകദേശം നമുക്ക് ഈ 19ഓളം ഷോകൾ, 2 ഷോകൾക്ക്, മോർണിംഗ് ഷോകൾക്ക് ടിക്കറ്റുകൾ ഉള്ളതായി കാണുന്നു. 8 മണിയുടെ ഷോകൾക്ക് അങ്ങനെ പോകുന്നു. സിനിപോളിസ് എടുത്താലും ലുലുവിലൊക്കെ എടുത്താലും 17-18 ഷോകളുള്ളിടത്ത് 1-2 സ്ഥലങ്ങളിൽ പച്ചയുണ്ട്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഓറഞ്ച് തന്നെയാണ്. വനിതാ വിനീതയിൽ അല്ലെങ്കിൽ ആ ഏരിയയിലോട്ട് തന്നെ പോകണ്ട എന്നുള്ള സ്റ്റൈലിലാണ്. അത്രത്തോളം ഓറഞ്ച് മയം തന്നെയാണ്. തൃപ്പൂണിത്തുറ ന്യൂ സെൻട്രലിൽ രാവിലെ 9:45 ഒരു ഷോയ്ക്ക് ആണ് നമുക്ക് പച്ച കത്തിയിട്ടുള്ളത്. ബാക്കി എല്ലാ ഷോകളും, അതായത് 12ഓളം ഷോകൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്ന. 12 ഷോകളിൽ ഒരു ഷോയ്ക്കാണ്
ഗ്രീൻ കത്തിയിരിക്കുന്നത്. അത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഹൗസ്ഫുൾ ഷുവറായിട്ടുള്ളതാണ്. പത്മ, ഒബ്രോൺ മോൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും അമ്മാതിരി കൊടൂര തൂക്ക് തന്നെയാണ്. ഇത് കേരളത്തിൽ മുഴുവനും അങ്ങനെ തന്നെയാണ് ഈ സിനിമയുടെ പോക്ക്. അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രീ സെയിലിലൂടെ ഇത്ര കളക്ഷൻ വരുന്നത്. പ്രതീക്ഷിക്കുന്നത് 6-ാം ദിനം 93 കോടിയാണ്. ഒരു പക്ഷേ അതിൻ്റെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വേരി ചെയ്താലും ഇന്നത്തെ ദിനം കൊണ്ട് സിനിമ 100 കോടി കടന്നിരിക്കും. അതിന് ഉറപ്പാണ്. 5 കോടി കേരളത്തിൽ നിന്ന് തന്നെ, 5-5.5 കോടി കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളതും. തമിഴ്നാട്ടിലും തെലുങ്കാനയിലും എല്ലാം 1 കോടിക്കടുത്ത് തന്നെയാണ് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം.